അടുത്തത് റൗണ്ടിങ് ഓഫ് എന്ന് പറയുന്നൊരു സ്റ്റെപ്പാണ്. റൗണ്ടിങ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിസ്ട്രി ഒന്നല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നമ്പർ 2.467 ഈ നമ്പർ ഡെസിമലിന് ശേഷം 2 നമ്പർ മാത്രമായിട്ട് റൗണ്ടിങ് ഓഫ് നടത്തണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ഏതാണോ നമ്മൾ ഒഴിവാക്കേണ്ട നമ്പർ, 7 അല്ലേ ഒഴിവാക്കേണ്ടത്? 7 എന്ന നമ്പർ 5നേക്കാൾ വലുതാണല്ലോ. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പേ ഉള്ള നമ്പറായ 6നോട് 1 കൂട്ടുക. 6നോട് 1 കൂട്ടുക. അപ്പോൾ we rounding off this number up to 2 digits after decimal. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ മനസ്സിലായോ? ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എത്ര നമ്പറാണ് ഒഴിവാക്കാനില്ല? 1. ഏതാ ഒഴിവാക്കേണ്ടത്? 7 ഒഴിവാക്കുക. 7 ഒഴിവാക്കുമ്പോൾ 7 5നേക്കാൾ മേലെയല്ലേ? 5നേക്കാൾ മേലെ ഉള്ളത് ഒഴിവാക്കുമ്പോൾ തൊട്ടടുത്ത നമ്പറിനോട് 1 കൂട്ടുക. 5നേക്കാൾ താഴെയുള്ള ഒരു നമ്പറാണ് ഒഴിവാക്കുന്നതെങ്കിൽ തൊട്ടടുത്ത നമ്പറിനോട് ഒന്നും ആഡ് ചെയ്യേണ്ട, ആ നമ്പർ ജസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ മതി. കിട്ടില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2.4 എത്ര? 7 കിട്ടിയോ? ഇനി സപ്പോസ് പിന്നെ നമ്മൾ ഇതിനെ റൗണ്ടിങ് ഓഫ് നടത്താൻ വേണ്ടി വിചാരിക്കുന്നത് അപ് ടു 1 ഡിജിറ്റ് ആഫ്റ്റർ ഡെസിമൽ ആണെങ്കിലോ ഇതിനെ വീണ്ടും റൗണ്ടിങ് ഓഫ് എടുത്തുക. ഇതിപ്പോൾ എത്ര നമ്പർ? 7. ആ 7നെ റൗണ്ടിങ് ഓഫ് നടത്തുമ്പോൾ 4 എന്തായി മാറും? 5. അപ്പോൾ 2.5 കിട്ടിയോ? ക്ലിയർ? അപ്പോൾ റൗണ്ടിങ് ഓഫ് അപ് ടു 2 ഡിജിറ്റ്സ് ആഫ്റ്റർ ഡെസിമൽ ഉത്തരം ഇത്. റൗണ്ടിങ് ഓഫ് അപ് ടു 1 ഡിജിറ്റ് ആഫ്റ്റർ ഡെസിമൽ അപ്പോൾ ഉത്തരം ഇത്. മനസ്സിലായില്ലേ? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പം നമുക്കൊരു നോക്കാം. ഓക്കെ, 25.86 ആണെന്ന് ഇരിക്കുക നമ്പർ. ഇതിനെ നമ്മൾ റൗണ്ടിങ് ഓഫ് നടത്തിയിട്ട് റൗണ്ടിങ് ഓഫ് ഏത്? അപ് ടു 1 ഡിജിറ്റ് ആഫ്റ്റർ ഡെസിമൽ. അങ്ങനെ എഴുതാൻ പറ്റൂ. എന്നിട്ട് നേരത്തെ പറഞ്ഞ സയൻറ്റിഫിക് നൊട്ടേഷൻ എഴുതണം. സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പോയിന്റിന് മുമ്പേ എത്ര നമ്പർ ഉണ്ടാകാൻ പാടുള്ളൂ? 1. അപ്പോൾ ഈ പോയിന്റ് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ 2.5 ആയില്ലേ? 2.586 ഇൻറ്റു 10⁻⁴ എത്ര? 1. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇതിന് റൗണ്ടിങ് ഓഫ് 1 ഡിജിറ്റ് ആണ് തന്നതെന്ന് വിചാരിക്കാം. റൗണ്ടിങ് ഓഫ് എത്ര? അപ് ടു 1 ഡിജിറ്റ് ആഫ്റ്റർ ഡെസിമൽ ആൻഡ് എക്സ്പ്രസ് ദാറ്റ് നമ്പർ ഇൻ സയൻറ്റിഫിക് നൊട്ടേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ 6നെ ഒഴിവാക്കിയ 8 എത്രയാവും? 9. 9 ഒഴിവാക്കിയ 5 എന്താവും? 6. അപ്പോൾ ആൻസർ 2.6 ഇൻറ്റു 10⁻⁴ കിട്ടിയോ? ഇപ്പോൾ 2 കൺസെപ്റ്റ് ഒരുമിച്ച് മിക്സാക്കി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ വേറെ നമുക്ക് ഇതോ ഇപ്പം ഇതാണ് നമ്പർ ചോദിക്കാം. എത്രയാണ്? 32.54 ഇതാണ്. ഇത് റൗണ്ടിങ് ഓഫ് അപ് ടു 1 ഡിജിറ്റ് ആഫ്റ്റർ ഡെസിമൽ. അപ്പോൾ നിങ്ങൾ 5 അല്ലേ വേണ്ടത്? അപ്പോൾ 4 ഒഴിവാക്കുക. 4 ഒഴിവാക്കുമ്പോൾ 4 5ന് താഴെയല്ലേ? അപ്പോൾ അങ്ങനെയാണ്, ഒന്നും ചെയ്യേണ്ട. ഉത്തരം 32.5. അത് സയൻറ്റിഫിക് നൊട്ടേഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ അടുത്ത് മാറ്റാം. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഒന്നുകൂടെ പറയാമല്ലോ. ഓക്കെ, ഇതാ ഇപ്പോൾ ഒരു നമ്പർ 8.965, വേറൊന്ന് 8.975. 2 നമ്പർ ഉണ്ട്. ഇതിനെനിക്ക് റൗണ്ടിങ് ഓഫ് അപ് ടു 2 ഡിജിറ്റ്സ് ആക്കണം. 2 ഡിജിറ്റ്സ് ആക്കണമെങ്കിൽ നമ്മൾ ഏതാ ഒഴിവാക്കേണ്ട നമ്പർ? 5. 5ന് മേലെയും 5ൽ താഴെയുള്ള ഞാൻ പറഞ്ഞില്ലേ, 5 ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പേ ഉള്ള നമ്പറിനെ ഒന്ന് നോട്ട് ചെയ്യുക. എന്തായാലും തൊട്ട് മുമ്പേ നമ്പർ 6 അല്ലേ? 5നെ ഒഴിവാക്കുമ്പോൾ തൊട്ട് മുമ്പേ ഉള്ള നമ്പർ ഈവൺ നമ്പർ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ 5നെ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഉത്തരം എത്ര? 8.96 ഇങ്ങനെ എഴുതല്ലേ കേട്ടോ? 8.96 കിട്ടിയോ? എന്നാൽ 8.975 ഉണ്ടോ? നമ്മൾ ഏതാ ഒഴിവാക്കേണ്ടത്? 5. 5ന് തൊട്ട് മുമ്പുള്ള നമ്പർ എത്ര? 7. 7 ഓഡ് നമ്പറാണോ ഈവൺ നമ്പറാണോ? ഓഡ് നമ്പർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പോൾ 8.98 കിട്ടിയോ? അപ്പോൾ 5 ഒഴിവാക്കേണ്ട കേസും പഠിച്ചില്ലേ റൗണ്ടിങ് ഓഫിൽ? ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി തൊട്ട് മുമ്പേ ഉള്ള നമ്പർ 0 ആണെങ്കിലും ഓഡ് നമ്പറിൻ്റെ അതേപോലെ ചെയ്യുക കേട്ടോ. തൊട്ട് മുമ്പേ ഉള്ള നമ്പർ 0 ആണെങ്കിലും ഓഡ് നമ്പറിനെ പോലെ ചെയ്യുക. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ഒരു ടേം കൂടെ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഫിസിക്സിലും കെമിസ്ട്രിയിലും കോമൺ ആയിട്ടുള്ള ടേമാണ്. ഫിസിക്സിലാണ് കൂടുതൽ ആവശ്യമുള്ളത്.
കെമിസ്ട്രിക്ക് അത്ര ആവശ്യമില്ല, നമുക്ക് ഒരു ഏതെങ്കിലും ഉത്തര ചോദ്യങ്ങൾ വന്നാൽ ചെയ്യണം, അത് മാത്രം കിട്ടില്ലേ. ഓക്കെ. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ശരിക്കുള്ള അർത്ഥം ഞാനിപ്പോൾ പറഞ്ഞു തരുന്നില്ല. ആദ്യം നമ്മൾ എന്താണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിഗർ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണം. ഓക്കെ. ആദ്യം പിന്നെ അതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്, കെമിസ്ട്രിയിൽ കൊടുത്തിരിക്കുന്ന മീനിങ് ഇങ്ങനെയാണ്. എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? meaningful digits which are known with certainty. Significant figures are the meaningful digits which are known with certainty. അപ്പോൾ അതായത് സെർട്ടൈൻ ആയെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കറക്റ്റ് ആക്യുറസി ഉള്ള, പ്രിസൈസ് ആയിട്ടുള്ള, പിന്നെ അതിനെതിരാണ് ഏത്? അൺസെർട്ടൈനിറ്റി എന്ന് പറഞ്ഞാൽ അതിനെതിര്, സെർട്ടൈനിറ്റി പറഞ്ഞാൽ അതിനനുകൂലം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക, മീനിങ് പൂർണ്ണമായ അർത്ഥമുള്ള അക്കങ്ങൾ, മനസ്സിലായോ? അതിനാണ് എന്ത് പറയല്, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. പക്ഷേ നമുക്കത് അങ്ങനെയുള്ള വാട്ട് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഒന്നുമല്ല എക്സാമിൽ ചോദിക്കൽ. ഞാനത് ആ സെൻറ്റൻസ് ലാസ്റ്റിൽ എഴുതി തരാം കേട്ടോ. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ 0 എന്നത് എപ്പോഴും സിഗ്നിഫിക്കൻ്റ് ആവും എന്നതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ക്ലിയർ ആയോ? ഒരു നമ്പർ സിഗ്നിഫിക്കൻ്റ് ആവണമെങ്കിൽ അതിനു മുമ്പേ ആദ്യം തന്നെ പറയട്ടെ, ഇപ്പോൾ 5, 5, 4 എല്ലാ നമ്പറും സിഗ്നിഫിക്കൻ്റ് ആണ്. കേട്ടോന്ന്? ഒരു നമ്പർ തന്നാൽ അതിൽ എല്ലാം 0 ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് പറ, അതിലത്തെ എല്ലാ നമ്പറും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഔചിത്യമുള്ളതാണ്. അപ്പോൾ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉണ്ട്? 3 എണ്ണം. എന്നാൽ അത് 5, 5, 0 ആണെങ്കിൽ ഈ 0 കണ്ടോ, ഈ 0 അവസാനമല്ലേ 0, മനസ്സിലായോ? ആ 0ത്തിന് സിഗ്നിഫിക്കൻസ് ഇല്ല. കേട്ടോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അതായത് ഹോൾ നമ്പർ ആണെങ്കിൽ, ഡെസിമൽ പോയിന്റ് ഇല്ലാത്തൊരു നമ്പർ ആണെങ്കിൽ എന്താണ്, ആ 0 എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പം ശരിക്കുള്ള ഒരു മീനിങ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 2.080 2.08 രണ്ട് മെഷർമെൻറ്റ് രണ്ട് പേര് ചെയ്തു. ഒരാൾ മെഷർ ചെയ്തപ്പോൾ 2.080 കിട്ടി, മറ്റൊരാൾ മെഷർ ചെയ്തപ്പോൾ 2.08 കിട്ടിയത്. ഈ രണ്ട് നമ്പറും എന്താണ്, ഇത് ശരിക്കും അറിയോ? ഇത് 2.08 എന്ന നമ്പർ 2.07നും 2.09നും ഇടയിലുള്ളൊരു നമ്പർ മാത്രമാണ്. ഇത്രയും അതിന് അൺസർട്ടനിറ്റി ഉണ്ട്. മനസ്സിലായോ? പ്ലസ് ഓർ മൈനസ് പോയിന്റ് ഇതല്ല, ഇതാ ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ, സോറി. ഈ നമ്പർ 2.08 എന്ന നമ്പർ 2.07നും പിന്നെ 2.09നും ഇടയിലാണ്. മനസ്സിലായോ? എന്നാൽ ഇത്ര വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പ്ലസ് ഓർ മൈനസ് 0.001 ആവും, 0.001 ആവും. ഉണ്ടല്ലേ? 3 നമ്പറിൽ 0.123. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ അർത്ഥം? ഇത് 0 ഇത് മൈനസ് ചെയ്ത് എത്ര കിട്ടും പറ? 2.080 അല്ലേ? അപ്പം 2.009നും 2.00 എത്ര വരും? 2.080 അല്ലേ? അപ്പോൾ 2.080 അപ്പോൾ 080 എന്ന് പറയുമ്പോൾ ഇതിനോട് പ്ലസ് 0.001 കൂട്ടി എത്ര കിട്ടും പറയും? ഇതിന് പ്ലസ് 0.001 കൂട്ടിയാൽ 2.081. ഇതിൽ മൈനസ് 0.001 കൂട്ടിയാലോ? 001 കൂട്ടി എത്ര ഇടും പറ? 001 മൈനസ് ചെയ്താൽ യെസ് ഇതല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ 2.979 2.0 അല്ലേ? മൈനസ് 1 2.079 കേട്ടില്ലേ? 2.079. അപ്പോൾ 2.079നും പിന്നെയോ 2.081നും ഇടയിലാണ്. എന്നാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പോൾ ഒരു നമ്പർ സിഗ്നിഫിക്കൻ്റ് ആവണമെങ്കിൽ എന്ന കൺസെപ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിലേതാണ് കൂടുതൽ കറക്റ്റായ നമ്പർ, ആക്യുറേറ്റ് ആയ നമ്പർ? ഇതല്ലേ? കുറച്ചുകൂടെ മെഷർ ചെയ്ത്. ഇപ്പം നമ്മൾ പഞ്ചസാര വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ 2 കിലോ പഞ്ചസാര എന്ന് പറയുമ്പോൾ അത് 2 കിലോ തന്നെ ഉണ്ടാവണം നിർബന്ധമില്ല. പകരം നിങ്ങൾ കടയിൽ പോയി പറയുക ഞങ്ങൾക്ക് 2.0007 കിലോഗ്രാം വേണം. അപ്പം അവർ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യും. അപ്പോൾ കറക്റ്റാവും. മനസ്സിലായി? 4ാമത്തെ ഡിജിറ്റ് വരെ കറക്റ്റാവും.
ക്ലിയർ ആയി പറഞ്ഞത്? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ അർത്ഥം. പക്ഷേ ഇതിൽ നമുക്ക് വേണ്ടുന്നത് എന്നറിയോ, സീറോ സിഗ്നിഫിക്കൻ്റ് ആവുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ അറിഞ്ഞാൽ ഉത്തരമായി. അപ്പോൾ ഞാൻ പറഞ്ഞു 5, 5, 4 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഓൾ ദിസ് നമ്പേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? 3. എന്നാൽ 5, 5, 0 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് കൺക്ലൂഡ് ചെയ്തു? പറ. എന്താണ്? ഒരു ഹോൾ നമ്പർ ആണെങ്കിൽ അവസാനിക്കുന്ന 0 സിഗ്നിഫിക്കൻ്റ് അല്ല. ക്ലിയർ ആയില്ലേ? ഒരു ഹോൾ നമ്പർ ആണെങ്കിൽ അവസാനിക്കുന്ന 0 എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. ഇപ്പോൾ ഉദാഹരണം 100 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 1. എന്തുകൊണ്ട്? ഈ 2 പൂജ്യവും അവസാനിക്കുന്ന പൂജ്യങ്ങളല്ലേ. 1000 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 1. എല്ലാവർക്കും ആ അർത്ഥം ശരിക്കും മനസ്സിലായോ? ഓക്കെ. ദെൻ യെസ്, അപ്പോൾ ഹോൾ നമ്പറിൻ്റെ കേസ് ക്ലിയർ ആയി മനസ്സിലായില്ലേ? 0 സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പഠിച്ചാൽ ബാക്കിയെല്ലാം നമ്പറും സിഗ്നിഫിക്കൻ്റ് ആണല്ലോ. അതുകൊണ്ട് ഇനി അടുത്തത് ഡെസിമൽ നമ്പർ ആണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 2.001. ഓക്കെ. അതുപോലെ തന്നെ 0.0098. ഓക്കെ. അതുപോലെ തന്നെ യെസ് 52.0900. ഓക്കെ. ഈ 3 നമ്പർ നോക്ക്. ഇത് ഡെസിമൽ നമ്പർ അല്ലേ? യെസ്. ഒരു നമ്പർ കൂടെ യെസ് 1.00. ഓക്കെ. ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഐഡിയ 0 സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ നോക്കട്ടെ. എങ്ങനെ അറിയോ? ഡെസിമൽ നമ്പർ ആണെങ്കിൽ ഒരു 0 സിഗ്നിഫിക്കൻ്റ് ആവണമെങ്കിൽ അതിന് മുമ്പേ 0 അല്ലാത്ത ഒരു ഡിജിറ്റ് ഉണ്ടാവണം. മനസ്സിലായേക്കും? ഡെസിമൽ നമ്പർ ആണെങ്കിൽ ഒരു 0 സിഗ്നിഫിക്കൻ്റ് ആവണമെങ്കിൽ അതിന് മുമ്പേ 0 അല്ലാത്ത ഒരു ഡിജിറ്റ് ഉണ്ടാവണം. ഇപ്പോൾ ഈ രണ്ടാമത്തെ നമ്പർ ഓക്കെ 0.0098. ഈ 0ന് മുമ്പേ 0 അല്ലാത്ത നമ്പർ ഉണ്ടോ? ഈ 0ന് മുമ്പേ 0 അല്ലാത്ത നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ 3 0 എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? 2. പഠിച്ചില്ലേ? ഇനി പക്ഷേ ഈ 0 സിഗ്നിഫിക്കൻ്റ് അല്ലേ? കാരണം ഇതിന് മുമ്പേ 2 ഇല്ലേ? ഈ 0യും സിഗ്നിഫിക്കൻ്റ് ആണ്. അതിന് തൊട്ട് മുമ്പേ നോൺ 0 ഡിജിറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് മുമ്പേ നോൺ 0 ഡിജിറ്റ് ഇല്ലേ? അപ്പോൾ ഈ 2 0യും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഉത്തരം എത്ര? 4. പഠിച്ചോ? 52.0900 നോക്കേ. ഈ 0 സിഗ്നിഫിക്കൻ്റ് ആണോ? അതെ. ഇതിന് മുമ്പേ നോൺ 0 ഡിജിറ്റ് ഉണ്ട്. ഈ 0 സിഗ്നിഫിക്കൻ്റ് ആണോ? അതെ. ഇതിന് മുമ്പേ നോൺ 0 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. മനസ്സിലായതേ? അപ്പോൾ ഈ 0 സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? 1, 2, 3, 4, 5, 6. പഠിച്ചോ? ശരിക്കും നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയാൻ പറ്റുമോ? നോക്കി പറഞ്ഞേ. 1.00. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3. ഈ 2 0 സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം അതിന് മുമ്പേ നോൺ 0 ഡിജിറ്റ് ഉണ്ട്. ക്ലിയർ ആയോ? ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ. അപ്പോൾ 0.00008 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? പറയേ. 1. എന്തുകൊണ്ട്? കാരണം ഇതൊന്നും അതിന് മുമ്പേ നോൺ 0 ഇല്ല. ഇപ്പോൾ 59. യെസ് 0.1000. ഓക്കെ. ഈ 0 സിഗ്നിഫിക്കൻ്റ് ആണല്ലോ. ഇതെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ എത്ര? 1, 2, 3, 4, 5, 6, 7. പഠിച്ചില്ലേ? ഇനി 6.022 ഇൻറ്റു 10⁻23. നിങ്ങൾ 10⁻2 നോക്കിയേ വേണ്ട കേട്ടോ. ഈ നമ്പർ മാത്രം നോക്കിയാൽ മതി. ഈ 0 സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ? യെസ്. അപ്പം അങ്ങ് ഉത്തരം പറ. 1, 2, 3, 4. ഇനി നിങ്ങൾക്ക് ഏത് നമ്പർ വന്നാലും സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഞാൻ അധികം എക്സാമ്പിൾ പറയുന്നില്ല. നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ വന്നാലും ചെയ്യാൻ പറ്റും. കേട്ടില്ലേ? ഇതൊന്ന് കണ്ടുപിടിച്ചേ. ഇപ്പോൾ 4.09 409 40900. ഓക്കെ. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3 അല്ലേ? ഇതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3. ഇതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3. എന്തുകൊണ്ടാണ് ഈ 2 0 സിഗ്നിഫിക്കൻ്റ് അല്ല? ഇതെന്താ? ഹോൾ നമ്പർ അല്ലേ? ഹോൾ നമ്പർ ആകുമ്പോൾ അവസാനിക്കുന്ന പൂജ്യങ്ങൾ സിഗ്നിഫിക്കൻ്റ് അല്ല. ക്ലിയർ ആയോ? അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്ന മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത്. 10⁻2 ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മാറ്റൊന്നും വേണ്ട. മനസ്സിലായില്ലേ? 10⁻2 അവിടെ ഉണ്ടായിക്കോട്ടെ, അത് കുഴപ്പമില്ല. മനസ്സിലായോ? 10⁻2 ഒന്നും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൺസെപ്റ്റിൽ പെടുത്തണ്ട. ഓക്കെ. ക്ലിയർ? ഇനി എക്സാമിന് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്താണെന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. മനസ്സിലായോ? അഥവാ ചോദിക്കുകയാണ്, കണ്ടുപിടിക്കാനേ ചോദിക്കാറില്ല കേട്ടോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഴുതി തരാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ദി meaningful digits which are
വിച്ച് ആർ നോൺ വിത്ത് certainty. Significant figures are the meaningful digits which are known with certainty. ഞാൻ പറഞ്ഞില്ലേ എക്സാമിന് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനേ ചോദിക്കും. അപ്പോൾ അതിന് ക്ലിയർ ആയിട്ടുള്ള എല്ലാം ഒന്നുകൂടെ നോക്കണം കേട്ടോ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ കെമിക്കൽ കാൽക്കുലേഷൻ ചെയ്യുന്നതിനിടയിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അതൊക്കെ വരാം. അപ്പോൾ അത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൺസെപ്റ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം മനസ്സിലായോ? നമ്മളെ പരീക്ഷയ്ക്ക് ഇതുവരെ പിന്നെ ഞാനിപ്പം കാട്ടിയതുപോലെ ഉള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനേ ചോദിച്ചിട്ടുള്ളൂ. ഫിസിക്സിലാണ് ചോദിക്കൽ? അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും. കെമിസ്ട്രിയിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം റൂള്. ഓക്കെ, ആദ്യം അഡീഷൻ സബ്ട്രാക്ഷൻ ഒരേ റൂളാണ്, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഒരേ റൂളാണ്. ഓക്കെ, ക്ലിയർ? ഇവിടെ നോക്കുക, 9.092 പ്ലസ് 8.5 ഇതാണ് നമ്മൾ ചെയ്യുന്നിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ പോലെ ആഡ് ചെയ്യുക. 2, 9, 5, 17 17.59 കിട്ടിയില്ലേ? ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിക്കുക, 9.092ൽ ഡെസിമലിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട്? 3 ഡിജിറ്റ്സ്. 0യും ഡിജിറ്റാണ് കേട്ടോ. 3 ഡിജിറ്റ്സ് ആഫ്റ്റർ ഡെസിമൽ. മനസ്സിലായല്ലോ? ഡെസിമൽ പോയിന്റിന് ശേഷം 3 ഡിജിറ്റ് ഉണ്ട്. അതേ സമയത്ത് 8.5ലോ 8.5 എത്ര? 1 ഡിജിറ്റ് ആഫ്റ്റർ ഡെസിമൽ. 1 ഡിജിറ്റ് ആഫ്റ്റർ ഡെസിമൽ. ക്ലിയർ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഉത്തരം നമ്മൾ ചെയ്യുമ്പോൾ, ഫൈനലായിട്ട് ഉത്തരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടിയ ഉത്തരത്തിൽ 1 ഡിജിറ്റ് ഡെസിമലിന് ശേഷം ഉണ്ടാവും. ലീസ്റ്റ് നമ്പർ ഓഫ് ഡിജിറ്റ്സ് മാത്രമേ ആഫ്റ്റർ ഡെസിമൽ ഉണ്ടാവാൻ പാടുള്ളൂ. കിട്ടില്ലേ? ദശാംശത്തിന് ശേഷം ഏതാണോ ലീസ്റ്റ് ഡിജിറ്റ് അതേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ലീസ്റ്റ് ഡിജിറ്റ് ഏതാ? 1 അല്ലേ? അപ്പോൾ ഞാനിവിടെ എഴുതുന്നു ലീസ്റ്റ് നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആഫ്റ്റർ ഡെസിമൽ. ലീസ്റ്റ് നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആഫ്റ്റർ ഡെസിമൽ എത്ര? ഈക്വൽ ടു 1 അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി എഴുതാം, ഫൈനൽ ആൻസർ ഷുഡ് ബി റിപ്പോർട്ടഡ് റിപ്പോർട്ട് ചെയ്യുമെന്ന് അറിയില്ലേ? അപ് ടു 1 ഡിജിറ്റ്. 1 ഡിജിറ്റ് ഇവിടെ 1 ഡിജിറ്റ് ആവാൻ കാരണം ലീസ്റ്റ് നമ്പർ ഓഫ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് 1 ഡിജിറ്റ് ആഫ്റ്റർ ഡെസിമൽ. എല്ലായ്പ്പോഴും 1 ഡിജിറ്റ് ആയിരിക്കുമോ? അല്ല, 1 ഡിജിറ്റ് ആഫ്റ്റർ ഡെസിമൽ. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൗണ്ടിങ് ഓഫ് നടത്തണം. 1 ഡിജിറ്റ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഏതാ നമ്മൾ കിട്ടിയ ഉത്തരം? ഇതല്ലേ? 1 ഡിജിറ്റ് ആഫ്റ്റർ ഡെസിമൽ ഉണ്ടാകാൻ പാടുള്ളൂ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ 2 ഒഴിവാക്കിയാൽ 9 എത്ര തന്നെ? എത്ര? 2 ഒഴിവാക്കിയ 9 തന്നെ. ഇനി 9 ഒഴിവാക്കിയ 5 എത്ര? 6. അപ്പോൾ ഈ ഉത്തരം എത്ര? 17.6 കിട്ടിയോ? ഇനി ആ ഉത്തരത്തിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3. ക്ലിയർ ആയോ? ആ ഉത്തരത്തിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? 3. കുറേ ഉദാഹരണങ്ങൾ ചെയ്തു തരുന്നില്ല, പകരം നിങ്ങൾ ഈ ഉദാഹരണം ക്ലിയർ ആയി നോക്കിയേ. എല്ലാവരും ശരിക്കും നോക്കിയേ. എന്താണ്? യെസ്, ശരിക്കും നോക്ക്. ഇനി ഡിവിഷൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. 22.61 ഡിവൈഡഡ് ബൈ 4.000. നമ്മൾ ഈ കാൽക്കുലേഷന് അത്രയും നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുക കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇത് എഴുതിയതേ ഉള്ളൂ. അപ്പോൾ ഈ 22.61 ഡിവൈഡഡ് ബൈ 4.000 ചെയ്താൽ ഉത്തരം 5.6525 കിട്ടും. ഇനി നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സെയിം മെത്തേഡ്, അഡീഷൻ്റെ അതേ മെത്തേഡ്. എന്താ ചെയ്യേണ്ടത്? ഇതിലെത്ര ഡിജിറ്റ് ഉണ്ട് ഡെസിമലിന് ശേഷം? 2. ഇതിലെത്ര ഡിജിറ്റ് ഉണ്ട് ഡെസിമലിന് ശേഷം? 3. അപ്പോൾ ഉത്തരം എത്ര ഡിജിറ്റായിട്ട് ചെയ്യണം? 2. കിട്ടുമോ? മനസ്സിലായോ? ഡിജിറ്റാണേ, ലീസ്റ്റ് നമ്പർ ഓഫ് ഡിജിറ്റ്സ് 2 അല്ലേ? അപ്പോൾ ഉത്തരത്തിൽ 2 ഡിജിറ്റ് കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ റൗണ്ടിങ് ഓഫ് നടത്തും? 5 ഒഴിവാക്കുമ്പോൾ 2. എന്തുകൊണ്ട് 5 ഒഴിവാക്കുമ്പോൾ 2 2 ആയി? 5 ഒഴിവാക്കുമ്പോൾ തൊട്ട് മുമ്പേയുള്ള നമ്പർ ഈവൺ നമ്പർ ആണെങ്കിൽ 5 ജസ്റ്റ് ഒഴിവാക്കിയാൽ മതി. ഇനി 2 ഒഴിവാക്കുമ്പോൾ 5 അപ്പോൾ ഉത്തരം എത്ര? 5.65. അപ്പോൾ ഫൈനൽ ഉത്തരത്തിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? എത്ര പറയൂ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ക്ലിയർ ആയോ? ഇനി എല്ലാവർക്കും തെറ്റുന്നൊരു സാധനം ഇതാണ്. ഇപ്പം 9.0
9.32 ഡിവൈഡ് ബൈ 8. ഈ നമ്പറിൽ 9.32 ഡിവൈഡ് ബൈ 8 8 ഹോൾ നമ്പർ ആണോ അല്ലയോ? ആണ്. ഹോൾ നമ്പർ പോയിന്റ് ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ പിന്നെ നോക്കണ്ട. നിങ്ങൾ ഇതിൽ എത്ര ഡിജിറ്റ് ആഫ്റ്റർ ഡെസിബൽ ഉണ്ട്? 2. അപ്പോൾ ഉത്തരത്തിൽ എത്ര ഡിജിറ്റ് വേണം? 2. പഠിച്ചോ? ഈ 8.0 ആണെങ്കിൽ കഥ മാറും. മനസ്സിലായോ? 8.0 ആണെങ്കിൽ എത്ര ഡിജിറ്റായി? പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റായി. അപ്പോൾ ഞാൻ 2 ഉത്തരം ചെയ്തുതരാം. 8 കൊണ്ട് ഡിവൈഡ് എത്ര കിട്ടും? 1 പോയിന്റ് എത്ര 1 പിന്നെ എത്ര 52 എത്ര വരും? യെസ് അല്ലേ? പിന്നെ 6 വരും. ക്ലിയർ ആയില്ലേ? 1.16 കിട്ടി. ഓക്കെ. അപ്പോൾ കറക്റ്റ് വേണമെങ്കിൽ പറയാം 5 വരും. 48 ബാക്കി എഗെയിൻ എത്ര 4 40 66 5 ഇത്രയും വരും. 1.1665 വരും. മനസ്സിലായോ? ഇനി രണ്ടും ഒരുമിച്ച് പറഞ്ഞുതരാം. 9.32 ഡിവൈഡ് ബൈ 8.0 ആണെങ്കിൽ ഉത്തരം എത്ര തന്നെ? 1.1665 തന്നെ. പക്ഷെ എന്താ സംഭവിക്കുക വെച്ചാൽ ഇതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? ഇതിൽ ഹോൾ നമ്പർ ആയതുകൊണ്ട് എന്താണ് ഇതിൽ 2 ഡിജിറ്റില്ലേ? ഉത്തരത്തിൽ 2 ഡിജിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എത്ര? 5 ഒഴിവാക്കുമ്പോൾ 6 ഒഴിവാക്കുമ്പോൾ 6 7. അപ്പോൾ ഉത്തരം 1.17 കിട്ടിയോ? അടുത്തതിൽ ഇതിലിപ്പം എത്ര ഡിജിറ്റ്? ഒരു ഡിജിറ്റ് ഇവിടെ പോയതിന് ശേഷം ഇവിടെ 2 ഡിജിറ്റ്. ഉത്തരം 2 ഡിജിറ്റിലേക്ക് ആക്കണം. അപ്പോൾ എത്ര? 5 ഒഴിവാക്കുമ്പോൾ 6 ഒഴിവാക്കുമ്പോൾ 6 7 ഒഴിവാക്കുമ്പോൾ 1 2. അപ്പോൾ ഉത്തരം എത്ര? 1.2. വ്യത്യാസം മനസ്സിലായോ? ശരിക്കും നോക്കിയത്?